സ്ത്രീകൾ തലപ്പത്തിരിക്കുന്ന സമയമാണ് അതിജീവിത വിഷയത്തിൽ. ആ സമയത്ത് പോലും ആ സംഘടനയിൽ ഒരു പ്രതികരണം ഇല്ലാത്തതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, ഞാൻ ഈ സമയത്ത് ലാലേട്ടനെയാണ് ഈ സമയത്ത് പാവം ലാലേട്ടനായിരുന്നെങ്കിൽ എന്തോരം കഷ്ടപ്പെടണ്ടോന്നല്ലേ. ഇപ്പോ ഇവരായതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും. ലാലേട്ടനെ എങ്ങനെ ആയിരുന്നെങ്കിലും ഇന്ന് തലപ്പത്തായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു നിങ്ങളെല്ലാവരും കൂടി വീർപ്പ് മുട്ടിച്ചാനെ. അപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ലാലേട്ടനിൽ നിന്ന് മാറിയത് നന്നായി എന്ന് മാറി നന്നായി എന്ന് ചിന്തിക്കുകയാണ്. പിന്നെ ഞാനൊരു നിയമം പിടിച്ച ആളായതുകൊണ്ടും ഞാനൊരു വക്കീലായതുകൊണ്ടും കോടതി വിധികളെ നമ്മൾ ബഹുമാനിക്കണം. അതാണല്ലോ ഈ നാട്ടിലെ നമ്മുടെ നടപ്പ്. പിന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ മേൽക്കോടതികളുണ്ടല്ലോ, അത് അതിന്റെ വഴിയിൽ വരട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. മേൽക്കോടതിയിൽ ഇപ്പോഴത്തെ വിധി കണ്ടിട്ട് അതിജീവിതയ്ക്ക് നീതി ലഭിച്ചോ? അത് പറയാൻ ഞാൻ നമ്മളിപ്പോ എനിക്കായാലും അനിക്കായാലും ഒരു കേസ് ഉണ്ടെങ്കിൽ ആ കേസിന്റെ വിധി പറയേണ്ടത് ജഡ്ജാണ്. പിന്നെ ആ ജഡ്ജ് പറഞ്ഞത് തെറ്റായിപ്പോയോ എന്ന് തീരുമാനിക്കാൻ മേൽക്കോടതി ഉണ്ട്. ആ മേൽക്കോടതി വരുന്നവരെ നമുക്ക് കാത്തിരിക്കാമെന്നല്ലാതെ അവിടെ ബാബുരാജ് ആരാണ് പറയാൻ, അലി ആരാണ്, ആരുമല്ല. നമ്മുടെ ഒരു നിയമ സംവിധാനത്തിൽ അങ്ങനെയാണ് കാര്യങ്ങൾ. അത് ദിലീപിനെ പുറത്താക്കിയിരുന്നു അമ്മയിൽ നിന്നും. ദിലീപിനെ തിരിച്ചെടുക്കും. ഇപ്പോഴത്തെ കീഴ്ക്കോടതിയിലെ വിധി അനുസരിച്ച് ദിലീപിനെ തിരിച്ചെടുക്കാവുന്ന ഒരു നടപടിയിൽ പെക്ക ആദ്യം മുന്നിട്ട് വന്നു. അപ്പോൾ ഭാഗ്യലക്ഷ്മി രാജിവെച്ചിരിക്കുന്നു. അങ്ങനെ നിർമ്മാതാക്കൾ സംഘടന അദ്ദേഹത്തെ തിരിച്ചെടുക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു. താരസംഘടന അമ്മയുടെ ഒരു മെമ്പറാണ് ഇപ്പോൾ താങ്കൾ, സംഘടനയിലെ മെമ്പർ മാത്രമേ ഉള്ളൂ. അത്തരം ഒരു തീരുമാനം വന്നാൽ താങ്കൾ എന്ത് ചെയ്യും? ഇപ്പൊ അമ്മയിൽ തിരിച്ചെടുക്കുന്ന ദിലീപിനെ എടുക്കുന്ന കാര്യമായിട്ട് വന്നു. അല്ല, അതെല്ലാം ഇനി അമ്മയുടെ ഭാരവാഹികൾ തീരുമാനിക്കണ്ടല്ലോ. നമുക്ക് അതിനകത്ത് പറയാനുള്ള ഒരു സ്കോപ്പ് എന്ന് പറയുന്നത് ജനറൽ ബോഡിയൊക്കെ വരുമ്പോൾ സംസാരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അതൊക്കെ അവരുടെ തീരുമാനങ്ങളാണ്. എല്ലാ അംഗങ്ങളും തീരുമാനിക്കുന്നത് പോലെയാണല്ലോ. അല്ലാതെ ബാബുരാജ് എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ ഞാനൊരു അംഗം മാത്രമാണ് താങ്കൾ പറഞ്ഞ പോലെ. അപ്പൊ അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. പിന്നെ ഓരോ സംഘടനയ്ക്കും തീരുമാനിക്കാനുള്ള അവകാശങ്ങൾ അവർക്കുണ്ടല്ലോ. പണ്ട് പറയുന്നുണ്ടായിരുന്നു, WCC അംഗങ്ങൾ പോയപ്പോൾ കത്ത് തന്നാലാണ് ഒരു നിയമമുണ്ടല്ലോ, അമ്മയ്ക്കൊരു നിയമമുണ്ട്. ആദ്യം പുറത്തായാലും പുറത്താക്കിയ ആളാണെങ്കിൽ ആദ്യം അപേക്ഷ തരണം. അങ്ങനെ ഒരു കീഴ്വഴക്കം തന്നെ ആയിരിക്കും ദിലീപിനും ഉണ്ടാവുന്നത്. അത് ഞാനല്ലല്ലോ പറയണ്ടേ. തീർച്ചയായിട്ടും ബൈലോയിൽ എന്ത് പറയുന്നു അതനുസരിച്ച് തീർച്ചയായിട്ടും വേണം. അതൊക്കെ ഇപ്പൊ ഭരണത്തിലുള്ള ആൾക്കാരല്ലേ തീരുമാനിക്കണ്ടേ. അവരത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. സ്ത്രീകളാണ്, അവർക്കറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. ഇപ്പോഴത്തെ ഭരണം എങ്ങനെയുണ്ട്? ഗംഭീരമായിട്ട് പോകുന്നുണ്ടല്ലോ. പിന്നെ എല്ലാ പ്രോഗ്രാമൊക്കെ ആയിട്ട് അല്ല, പിന്നെ അവര് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. എല്ലാവരും 17 പേരും അതിനകത്ത് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവരത് നന്നായിട്ട് കൈകാര്യം ചെയ്തോളൂ. സ്ത്രീകൾ തലപ്പത്തിരിക്കുന്ന സമയമാണ് അതിജീവിത വിഷയത്തിൽ. ആ സമയത്ത് പോലും ആ സംഘടനയിൽ ഒരു പ്രതികരണം ഇല്ലാത്തതിനെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? എന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അല്ല, ഞാൻ ഈ സമയത്ത് ലാലേട്ടനെയാണ് ഈ സമയത്ത് പാവം ലാലേട്ടനായിരുന്നെങ്കിൽ എന്തോരം കഷ്ടപ്പെടണ്ടോന്നല്ലേ. ഇപ്പോ ഇവരായതുകൊണ്ട് അവർക്ക് അതിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് പോകാൻ പറ്റും. ലാലേട്ടനെ എങ്ങനെ ആയിരുന്നെങ്കിലും ഇന്ന് തലപ്പത്തായിരുന്നെങ്കിലും അദ്ദേഹത്തിന് ഒരു നിങ്ങളെല്ലാവരും കൂടി വീർപ്പ് മുട്ടിച്ചാനെ. അപ്പൊ ഞാനിപ്പോ സത്യം പറഞ്ഞാൽ ലാലേട്ടനിൽ നിന്ന് മാറിയത് നന്നായി എന്ന് മാറിയത് നന്നായി എന്ന് ചിന്തിക്കുകയാണ്. പിന്നെ ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇതിനെ കുറിച്ച് പറഞ്ഞ് വിവാദമാക്കേണ്ട കാര്യമില്ല. ഇതാണ് ഇപ്പൊ നമുക്ക് വരട്ടെ, ഇനിയും സമയങ്ങളുണ്ടല്ലോ.